ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും വീട്ടുസാധനങ്ങളുമെല്ലാം ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ വീട്ടിലെത്തുന്ന സംവിധാനങ്ങളുണ്ട്. വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ആവശ്യാനുസരണം ഇഷ്ടമുള്ള സമയത്ത് സാധനങ്ങൾ വാങ്ങാം. എന്നാൽ ഇത്തരത്തിൽ മദ്യം എത്തിയാലോ? അതേക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഫുഡ് ഡെലിവറി ആപ്പുകളായ സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയവയിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾ ശ്രമിക്കുന്നത്. ദി ഇക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളം, കർണാടക, ഹരിയാന, പഞ്ചാബ്, തമിഴ്നാട്, ഗോവ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങൾ ഈ പദ്ധതി പരിഗണിക്കുന്നുണ്ട്. നിലവിൽ പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും മാത്രമാണ് ഓൺലൈനായി മദ്യം വിതരണം ചെയ്യുന്നത്. ഈ പദ്ധതി ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ ബിയർ, വൈൻ തുടങ്ങിയ കുറഞ്ഞ ആൽക്കഹോൾ പാനീയങ്ങൾ വിതരണം ചെയ്തു തുടങ്ങും. കോവിഡ് മഹാമാരിക്കാലത്ത് മദ്യം ഓൺലൈനായി ഓർഡർ ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ മിക്ക സംസ്ഥാനങ്ങളിലും കൊണ്ടുവരുന്നത്. 2020 പശ്ചിമ ബംഗാൾ ഗവൺമെന്റ് ഇത് ഹോം ഡെലിവറി ചെയ്യാനുള്ള പദ്ധതി ആരംഭിച്ചു. സ്വിഗ്ഗി, സ്പെൻസർ തുടങ്ങിയ ചില ഓൺലൈൻ ഡെലിവറി ആപ്പുകൾ ഈ സംരംഭത്തിന് കൈകോർത്തപ്പോൾ ഇത് വലിയ ഹിറ്റ് പദ്ധതിയായി മാറി. വളരെ എളുപ്പത്തിൽ തടസ്സമില്ലാതെ ഇതിലൂടെ മദ്യം വാങ്ങാൻ കഴിയുമെന്ന് ഒരാൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. കൗണ്ടറിൽ വിൽക്കപ്പെടുന്ന 15% ഹോം ഡെലിവറി ഓർഡറുകളാണെന്ന് കൊൽക്കത്തയിലെ ഒരു പ്രമുഖ റീറ്റെയിലർ ദി ടൈംസ് ഓഫ് ഇന്ത്യയോട് വ്യക്തമാക്കി. മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ കർശന നിയന്ത്രണത്തോടെ മദ്യം ഡെലിവറി ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും അവിടെയും ഈ പദ്ധതി വലിയ വിജയമാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോം ഡെലിവറിയിലൂടെ പശ്ചിമ ബംഗാളിലും ഒഡീഷയിലും മദ്യവിൽപ്പനയിൽ 20-30% വരെ വർധനവുണ്ടായതായി റീറ്റെയിൽ വ്യവസായ എക്സിക്യൂട്ടീവുകൾ വ്യക്തമാക്കുന്നു. വളരെ എളുപ്പത്തിൽ ക്യൂ നിൽക്കാതെ തന്നെ ജനങ്ങൾക്ക് മദ്യം വാങ്ങാൻ കഴിയും. കൂടാതെ ഇത് വ്യക്തികളുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കുന്നുണ്ട്. സ്വിഗ്ഗിയിലെ കോർപ്പറേറ്റ് അഫയേഴ്സ് വൈസ് പ്രസിഡന്റ് ഡിങ്കർ വസിഷ് ഓൺലൈനിലൂടെ മദ്യം വിൽക്കുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പ്രായപരിശോധന കൃത്യമായി പാലിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എക്സൈസ് നിർദ്ദേശങ്ങളും പാലിച്ചാണ് ഓൺലൈനിൽ മദ്യം വിൽപ്പന നടത്തുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പശ്ചിമ ബംഗാൾ മദ്യം ഓർഡർ ചെയ്യുന്നതിന് മുൻപ് ആപ്പിൽ സർക്കാർ അനുവദിച്ച ഐഡിയുടെ ചിത്രവും ഒരു സെൽഫിയും അപ്ലോഡ് ചെയ്യണം. പ്രായം സ്ഥിരീകരിച്ച ശേഷം മാത്രമേ ഓർഡർ സ്വീകരിക്കുകയുള്ളൂ. ഓർഡറിന് പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. മദ്യം ഹോം ഡെലിവറി ചെയ്യുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് സൗകര്യം വർദ്ധിക്കുന്നുവെന്നും രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് സഹായിക്കുമെന്നും ബിയർ കഫേ ചീഫ് എക്സിക്യൂട്ടീവ് രാഹുൽ സിംഗ് ദി ഇക്കണോമിക്സ് ടൈംസിനോട് മുൻപ് വ്യക്തമാക്കിയതാണ്. മദ്യം ഓൺലൈനായി വിൽപ്പന നടത്തുന്നതിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. മദ്യശാലകൾ ഈ പദ്ധതി നടപ്പിലാക്കാതിരുന്നാൽ സർക്കാരിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തും. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും മദ്യശാലകളുടെ സമ്മർദ്ദം നേരിടേണ്ടി വന്നേക്കാം. മദ്യം ഹോം ഡെലിവറി ചെയ്യുന്നതിനുള്ള പ്രധാന ഇ-കൊമേഴ്സ് കമ്പനികളിലൊന്നായ ഹിബ്ബാർ 2021 കർണാടകയിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എന്നാൽ ചില പ്രാദേശിക ലോബികളുടെ സമ്മർദ്ദങ്ങൾ കാരണം അതിന്റെ സേവനം നിർത്തിയതായി സ്ഥാപകൻ പ്രസന്ന നടരാജൻ ടൈംസ് ഓഫ് ഇന്ത്യയോട് വ്യക്തമാക്കിയിരുന്നു. പ്രായപൂർത്തിയാക്കാത്തവർ ഈ സൗകര്യം ദുരുപയോഗം ചെയ്യുമെന്ന ആശങ്കയുമുണ്ട്. മാറിക്കടക്കാൻ നിരവധി വെല്ലുവിളികളുണ്ടെങ്കിലും മദ്യം ഹോം ഡെലിവറി ചെയ്യുന്ന പദ്ധതി പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് വിജയകരമായാൽ മറ്റു വിപണികളിലും വ്യവസായങ്ങൾക്കും പിന്തുടരുന്ന ഒരു മാതൃക സൃഷ്ടിക്കുമെന്നും കരുതുന്നു.